ഇന്നലെ നാദാപുരത്ത് മഴ പെയ്തിരുന്നു. സാറേ നമ്മുടെ കേസ് കിടക്കുന്ന തൊടുപുഴയാണ്, പിന്നെ എന്തിനാണ് നാദാപുരത്ത് മഴ പെയ്യോന്ന് ചോദിക്കുന്നത്? ആയിക്കോട്ടെ, എന്റെ പെണ്ണുമുള്ള വീട് നാദാപുരത്ത്, അവിടെ മഴ പെയ്യോന്ന് അറിയാൻ വേണ്ടിട്ട് വിളിച്ചു ചോദിച്ചിട്ട് കിട്ടുന്നില്ല. എന്നാ കേട്ടോ, നാദാപുരത്ത് ഇന്നലെ വെള്ളൊരു പറ്റി മഴ പെയ്തു. ദൈവമേ, അമ്മായി അമ്മേനെ കാത്തോണെ, അവരുടെ പെൻഷന്റെ പുറത്താ മുന്നോട്ട് പോകും. സാറേ നമ്മൾ വന്നിരിക്കുന്നത് ജോർജ് കുട്ടിയുടെ വീടാണ് സാർ. കൊള്ളാം. എത്ര രൂപ കൊടുത്ത ഈ വീട് കിട്ടുള്ളൂ? സാറ് നമ്മൾ വീട് മേടിക്കാൻ വേണ്ടി വന്നതല്ലല്ലോ സാറേ. അല്ലെന്ന് തനിക്ക് അറിയാലോ. അറിയാം. എന്നാ പിന്നെ ജോർജ് കുട്ടി വിളിക്കൂ. സാർ എടോ ജോർജ് കുട്ടി. ജോർജ് കുട്ടിയാണ് സാർ. പറിച്ചു വെച്ചേക്കുവാ കേട്ടോ ജോർജ് കുട്ടീനെ. ഇഞ്ചി പറിച്ചു വെച്ചേക്കുവാ. ആരാ മനസ്സിലായില്ല? മനസ്സിലായില്ല? ഇല്ല. ഐ ആം സേതുരാമർ ഫ്രം SBI. ഞാൻ SBI ലോൺ എടുത്തിട്ടില്ല. ലോൺ എടുക്കാൻ വന്നോളൂ സാറേ. SBI അല്ല സാറ്, CBI. ഓ, എനിക്ക് എസും സിയും തെങ്ങും അറിഞ്ഞു പോകും. അപ്പൊ ബി അറിയത്തില്ലേ? ഈ സെന്ററിൽ കിടക്കല്ലേ, മറിയാനുള്ള സ്പേസ് ഇല്ല. CBI എന്ന് പറ സാറേ. ജോർജ് കുട്ടി, ഇയാൾ ഇങ്ങനെ നിൽക്കണേ. ഇയാളെന്താ ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ക്യാരറ്റ് പിടിച്ചാണ് സാർ. കാറ്റ് പിടിച്ചിരിക്കാൻ താൻ മുയലാണോ? സാറേ എന്താണ് സാർ ഇത്ര സ്റ്റാൻഡേർഡുള്ള കോമഡി പറ സാറേ. സാർ നല്ലൊരു CBI അല്ലേ? ജോർജ് കുട്ടി, വരണെന്ത് പറ്റി? എനിക്ക് വരനറിയാമോ? എനിക്ക് വരാനും അറിയാം, പോകാനും അറിയാം സാർ. ചമ്മിയല്ലോ രാവിലെ. കാരണം മുഖം ചമ്മിയ പോലെ ഇരിക്കണം, അതുകൊണ്ടാണ്. ഇല്ലെന്നോ സാർ ചെല്ലു. മിസ്റ്റർ ജോർജ് കുട്ടി, തനിക്ക് വരാനും പോകാനും അറിയാമെന്നല്ല ചോദിച്ചത്, പിന്നെ മരിച്ച വരനെ അറിയാമെന്നോ? സാറേ ഫോൺ വന്നു സാറേ. ഓ, ഈ മരിച്ച വരന് 100 ആയുസം കേട്ടോ. അതിനാ സാറേ? അവന്റെ പേര് പറഞ്ഞപ്പോഴേ അവന്റെ അച്ഛൻ കളക്ടർ പ്രഭാകരൻ വിളിക്കുന്നു. എടുക്കും സാർ, എടുക്കും. ഹലോ, CBI സേതുരാമൻ സ്പീക്കിംഗ്. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താണ് സംഭവിച്ചെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ. ആയിക്കോട്ടെ. വീട്ടിൽ വരുന്ന ഓരോ ഫോൺ കോളും എനിക്ക് മനസ്സിലായി. ഫോൺ കോളും ബെല്ലും വരുന്നതായിട്ട് തോന്നുന്നു അല്ലേ? അതല്ലേ? എന്റെ പൊന്നു പ്രഭാകർജി, ഞാൻ വന്നിട്ട് പണിക്കിറങ്ങിയേ ഉള്ളൂ സൈറ്റിൽ. എന്ത് തെളിവ് കിട്ടിയാൽ ഞാൻ അങ്ങോട്ട് വിളിച്ചു പറയും, വെറുതെ ഇങ്ങോട്ട് വിളിച്ച് ശല്യം ചെയ്യല്ലേ. ക്ഷമിക്കണം കേട്ടോ. അയ്യോ, ക്ഷമിച്ചേക്കാം. ഈ കേസ് ഏറ്റെടുത്ത് അന്ന് തുടങ്ങി ഫോൺ ചെയ്തുള്ള അറിയാവോ? ഇവന്റെ നമ്പർ ഇവനെ അങ്ങോട്ട് വിളിക്കുന്ന എനിക്കൊന്നും അറിയണം. അതാണ് സാറേ നല്ലത്. ചോദിക്കും സാറേ. ജോർജ്, എന്താണ് സംഭവിച്ചത്? പറഞ്ഞു സാർ, ഭാര്യയും 2 മക്കളുമുള്ള ഒരു കൊച്ചു വീടാണ് സാറിന്റെ. അതിലേക്ക് ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥി കടന്നു വന്നു. അതാ പെട്ടു. ക്ഷണിക്കപ്പെടാതെ അതിന് വീട്ടിലേക്ക് വന്നു കയറിയാ പെട്ടു. രാത്രിയാണെ പ്രത്യേകിച്ചും വെള്ളം വെച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഇന്ന് ഒറ്റ സൊല്യൂഷൻ ഉള്ളൂ, ഒരു കോഴിനെ പിടിച്ച് കറി വെക്കുക, കപ്പ കുറച്ച് മുഴുങ്ങുക, തെറ്റി. ചിക്കനും കപ്പ ഉണ്ടാക്കുന്ന കാര്യം പറയും. സാറെന്താണ് ഈ പറയുന്നത്? രാത്രി വീട്ടിൽ വന്ന് പറയുമ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടോ? സാറെന്താ ഈ പറയുന്നത്? തന്നെ വീട്ടിൽ ആദ്യം വന്ന് താങ്ക് കോഴി വെച്ച് കൊടുക്കുകയല്ലോ. ഞാൻ പന്നി വളർത്തി കൊടുക്കും. എന്താണ് സാറേ പറയുന്നത്? സാറേ കേസ് അന്വേഷിക്കാൻ വന്നതാണ്, ചിക്കൻ ഉണ്ടാക്കാൻ വന്നതല്ല. കേസിലോട്ട് വാ സാറേ. അതിന് വന്നപ്പോ എന്റെ കയ്യിൽ നിന്ന് പോലും സാറേ ഒരു അവസരം സാറേ. തത്ത പറയിക്കണമല്ലോ ഈ സഹദേവം പറയിക്കും. പണയ്ക്ക് കാണട്ടെ. കുട്ടി, ചോദിക്കുന്നതിന് സത്യസന്ധമായിട്ടുള്ള ഉത്തരം പറയണം. നിന്നെ ഞാൻ വെറുതെ വിടത്തില്ല. പറയടാ, മെയ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? സെപ്റ്റംബർ 2-ാം തീയതി എന്താണ്? ഒക്ടോബറാണ് സാറേ. ഒക്ടോബർ 1-ാം തീയതിയാണ്. അപ്പൊ കർഷകം ഇതിനാണോ സാറേ? എന്നാലും ഓഗസ്റ്റ് പറയല്ലോ. കിട്ടിപ്പോയി. ഓഗസ്റ്റ് 2-ാം തീയതി എന്താണ് സംഭവിച്ചത്? എനിക്ക് ഓർമ്മയില്ല സാർ. ഓർമ്മശക്തിക്ക് വലിയ ചന്ദ്രനാദി ബെസ്റ്റാ. ചമ്മില്ലേ ഇതാണ് പറയുന്നത്. തലയിരിക്കുമ്പോ വാലാടണ്ട. വാല അനങ്ങിയ കുഴപ്പമുണ്ടോ സാർ? വാലനങ്ങണ്ട, ചത്തതുപോലെ കിടന്നാ മതി. എങ്ങനെ ചോദിക്കണം, ഞങ്ങൾ ചെയ്യണം. ജോർജ് കുട്ടി, അന്നെന്താണ് സംഭവിച്ചത് ഓഗസ്റ്റ് 2-ന്? സാർ, പാറപ്പള്ളിയിലെ ധ്യാനം കഴിഞ്ഞിട്ട് ഞങ്ങൾ തൊടുപുഴയിലെ റാണി ഹോട്ടലിൽ പോയി ചിക്കൻ ബിരിയാണി കഴിച്ചു. അയ്യോ, റാണി ഹോട്ടലിലെ ചിക്കൻ ബിരിയാണി എന്നാ ടേസ്റ്റ് അറിയോ? ആണോ? ആ ബിരിയാണിക്കകത്തൊരു മുട്ട ഇരിക്കും, അതാണ് അതിന്റെ ഹൈലൈറ്റ്. സാറേ എല്ലാ ബിരിയാണിക്കകത്തും മുട്ട ഇല്ല സാറേ. ആര് പറഞ്ഞു ബിരിയാണിക്കകത്ത് മുട്ട ഉണ്ട്? ഞാൻ കഴിഞ്ഞ ആഴ്ച കഴിച്ചിട്ട് എനിക്ക് മുട്ട കിട്ടിയില്ല അവിടുന്ന്. ആ, തനിക്ക് കിട്ടത്തില്ല. ഹോട്ടലിൽ കയറുമ്പോ വെയിറ്റർ വന്ന് നമ്മുടെ അടുത്ത് നിൽക്കുമല്ലേ, അപ്പൊ അവന്റെ മുഖത്ത് ചോദിക്കണം മുട്ടയുണ്ടോ. അപ്പൊ അവൻ മുട്ടയുണ്ടെന്ന് പറഞ്ഞാലേ ബിരിയാണി ഓർഡർ ചെയ്യാവുള്ളൂ. സാർ എന്താണ് സാറേ മുട്ടയില്ലാത്ത ബിരിയാണി എന്നിട്ട് കേസ് മുഴുവൻ ചീറ്റി പോണത്? തനിക്ക് മുട്ട കിട്ടി? എനിക്ക് CBI ആണ് സാറേ. നമ്മൾ കേസ് അന്വേഷിക്കാൻ പറ്റണം. ബിരിയാണിയുടെ മുട്ട വീട് സാറ് ചെല്ലു സാറേ. ബിരിയാണി കാണിച്ച് CBI വഴിതെറ്റിക്കാമെന്ന് കരുതണ്ട. പിന്നീട് എന്ത് സംഭവിച്ചു? സാർ, ഞാനും ഭാര്യയും മക്കളും കൂടി അവിടുത്തെ ലോഡ്ജിൽ ഒരു റൂം എടുത്തു. അടിപൊളി.
ബിരിയാണി കഴിച്ചാൽ ചെറിയ ക്ഷീണം വരും. ലോഡ്ജിൽ പോയി 2 റൂം എടുത്തു. പിള്ളേര് 2 വേറെ റൂമിൽ, ഇവർ 2 ഒരു റൂമിൽ. സാർ അങ്ങനെ വേറെ പിള്ളേര് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെയാണ്. 2 റൂം എടുത്തിട്ട് പറയൂ. സാറേ 2 റൂമല്ല, ഞാൻ 1 റൂമേ എടുത്തോളൂ. 1 റൂം എടുത്തോളൂ. എന്തിനാണ് ആ കാശ് ചുമ്മാ കളഞ്ഞ? ആ കാശ് കൊടുക്കുന്ന ഓട്ടോ വിളിച്ച് വീട്ടിൽ പോയി 2 റൂമിൽ കിടന്നാൽ പോലെ. സോറി സാർ. സാറേ ഫോണിൽ മെസ്സേജ്. അയ്യോ, ഒരു പരിചയമില്ലാത്ത നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് വോയിസ് മെസ്സേജ്. വാട്സപ്പിൽ മെസ്സേജ് കണ്ടിട്ട് സാറിന്റെ വല്ല കേസ് കേട്ടായിരിക്കും. വല്ല കേസിന്റെ എന്തെങ്കിലും സംഭവമായിരിക്കും സാറേ. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. പോകുന്നതിന് മുൻപ് വരുണിന് എന്താ സംഭവിച്ചെന്നറിയാനുള്ള ഒരു ആകാംക്ഷ. വീട്ടിൽ വരുന്ന ഫോൺ കോളും ഇതിന്റെ ശബ്ദവും സാറേ കോളിമലിന്റെ കാര്യം പറയുന്നു. അവന്റെ ബെല്ലി ആ വാട്സപ്പ് അന്വേഷണം ചെയ്തേ സാറേ. എത്രയും പെട്ടെന്ന് ഒരാളെ പറഞ്ഞു വിട്ട് അവന്റെ ലാൻഡ് ഫോണും കോളിംഗ് ബെല്ലും കെട്ടിയാണ് പരിപാടിയാണ്. ചോദിച്ചു പറയൂ, എന്താണ് സംഭവിച്ചത്? സാർ ഭാര്യയും 2 മക്കളും ഒരു കൊച്ചു കുടുംബമാണ് സാർ. പിന്നെ ഞാൻ പിന്നെ വീട്ടിൽ ഫാം നടത്തുമല്ലോ. എല്ലാവർക്കും ഒരുത്തരോട് ചോദിച്ച അമേരിക്ക, ഒരുത്തരോട് ചോദിച്ച അവന്റെ കൊച്ചു കുടുംബം. ഇതെന്നാണ് കഷ്ടമാണ്. ചക്കോ, ഇതൊരു ഇവൻ നമ്മൾ ഉദ്ദേശിച്ച ഒരാളല്ല. സാറേ ഇവൻ ജോർജ് കുട്ടിയാണ്. എന്റെ ദൈവമേ, കേസ് ആണോ? പിന്നെ സാർ ഇപ്പൊ നമ്മൾ ഉദ്ദേശിച്ച ടൈപ്പ് ഒരാളല്ല. അത് പറ. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ഇവന്റെ പുറകെ അല്ല, ഇവൻ നമ്മളുടെ മുംബൈയാണ്. അത് 2 ഒന്നല്ലേ സാറേ? ആയിക്കോട്ടെ. എടോ, എനിക്ക് ഡയലോഗ് ഇല്ലാതെ പുഴുക്കണ്ടെന്ന് കരുതി ഞാൻ കൈ നിട്ട് പറഞ്ഞു. അതിൽ പിടിച്ച ആളല്ലേ. പറഞ്ഞു സാറേ, പറഞ്ഞു. സിബിഐയുടെ ബുദ്ധി എന്താണെന്ന് ഞാൻ ഇവന് മനസ്സിലാക്കി കൊടുക്കാം. നിങ്ങൾക്കിനി രക്ഷയില്ല. സിബിഐയുടെ വല നിങ്ങൾ മുറുകി കഴിഞ്ഞു. വരുണിനെ കൊന്നതും പോലീസ് സ്റ്റേഷനിൽ കുഴിച്ചിട്ടതും അതിന്ന് മാന്തിയെടുത്ത് അസ്ഥികുടം മെഡിക്കൽ കോളേജിൽ കൊണ്ട് കൊടുത്തതും താനാണ് തെളിഞ്ഞു കഴിഞ്ഞു. സിബിഐക്ക് വ്യക്തമായി തെളിവ് കിട്ടിക്കഴിഞ്ഞു. പിടിക്കാൻ പോണത് ഫോൺ അടിക്കും. ഇവിടെ തന്നോട് പറഞ്ഞിട്ട് ഡ്യൂട്ടി സമയത്ത് ഫോൺ ഉപയോഗിക്കരുത്. ഹലോ ഹലോ, സേതുരാമയ്യർ സാർ ഉണ്ടോ? സാറേ എന്റെ ഭാര്യയല്ല, സാറിനെ ഏതോ സെറ്റപ്പ് വിളിക്കണം. അല്ല, കേസിന്റെ കാര്യത്തിന് ആരോ വിളിക്കണം. ഒരു പെണ്ണാണ്. ഹലോ സേതുരാമയ്യർ, സിബിഐ. അമേരിക്കയിലുള്ള കസിന്റെ വീട്ടിലേക്ക് പോവാണ്. വരുണിന് എന്താണ് സംഭവിച്ചതെന്നറിയാൻ. പട്ടി വരുന്ന എന്താ സംഭവിച്ചത് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. ഇപ്പഴാ പിടികിട്ടിയത്. എടാ, ആ പാവത്തിന് ആരും കൊന്നതല്ല, നിന്റെ ശല്യം കാരണം അത് തന്നെ കുത്തി ചത്തായിരിക്കും. ഒരു പയ്യമില്ലാത്ത എന്നോട് ഈ ദ്രോഹം ചെയ്യുമ്പോ ആ സ്വന്തം വീട്ടിൽ താമസിച്ച ആ പയ്യനോട് ഇവൻ എന്തുമാത്രം ദ്രോഹം ചെയ്തു പറയൂ. സാർ ഭാര്യയും മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു കുടുംബമാണ്. നിന്റെ കൊച്ചു കുടുംബമായി പോയത് നിന്റെ കഴിവുകേട്. അതിന് CBI എന്നാ പഠിച്ചടാ. സാറേ അപ്പൊ ജോർജ് കുട്ടി എന്നാ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് പോകും. അത് എന്നോടാണ് ചോദിക്കുന്നത്. ആരോട് ചോദിക്കും? ദൃശ്യം 3 ഇറങ്ങുമ്പോൾ ജോസഫ് പറഞ്ഞു തരും.